കുഞ്ഞാപ്പോ എന്താണ്ടാ മുണ്ടാണ പോണ്? കുഞ്ഞാപ്പോ ഇവിടെ വായോ. അല്ലാ കറുപ്പേട്ടനല്ലേ അത്? പഠിച്ചോനെ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെന്നു. നിങ്ങളിന്നെ കൊറേ നേരം വിളിച്ചാ. അല്ലാ അർജന്റ് ആയിട്ട് കറുപ്പേട്ടാ, അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോവേന്ന്. അത് ഞങ്ങൾ നിങ്ങളെ കാണാഞ്ഞത്. എനിക്കിപ്പോ ഇല്ലൊന്നും കാണാൻ പറ്റൂല്ലോ. അങ്ങനെ ആയല്ലോ കുഞ്ഞാപ്പോ. ഇതായി നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ കാണായിട്ടാന്ന്. സത്യാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എന്റെ കറുപ്പേറ്റ മുണ്ടാതിരിക്കുവോ? കറുപ്പേറ്റ മുണ്ടാതിരിക്കലുണ്ടാ? ഞാൻ അർജന്റായിട്ട് കുഞ്ഞേട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇമ്മ മാപ്പ് പറയാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെ വന്നപ്പോ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ അവിടെ പത്താലം പറഞ്ഞു ഇന്ന്. അപ്പൊ ഇന്നിപ്പോ നേരം മൊത്തം പറയാൻ ഞാൻ പോവുകയാണ് കേട്ടാ. എന്താ ഒരു മാപ്പ് പറയാൻ വേണ്ടിയുള്ളത്? അത് ഞാനിപ്പോ ഇവിടെ വിവരിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളെല്ലാരും ഇന്ന് തച്ചുമല്ലോ. അത് ഞാനിപ്പോ വലിച്ചു നീട്ടിണില്ല കേട്ടാ. അല്ല, നിങ്ങളൊക്കെ രാവിലെ തന്നെ പറമ്പിക്ക അതാ കടയ്ക്ക് ചാടിക്കാൻ പോവുക? കുഞ്ഞാപ്പോ, ഞാൻ ചായക്കടയിലേക്ക് ഇറങ്ങിയതാ. ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങും ചെയ്യാം, അങ്ങനെ പോരും ചെയ്യാലോ വെച്ചാൽ പോകുന്നതാണ്. ചായക്കടയൊക്കെ ഇറങ്ങിയതാണല്ലേ? നിങ്ങളിപ്പോ ചായ കുടിക്കാൻ വരണമെന്നൊക്കെ ഉണ്ടെന്നു. പക്ഷെ എനിക്കിപ്പോ നേരമില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പം കമ്പനി കൂടിയിട്ട് നിങ്ങളൊപ്പം ഇന്ന് ചായ കുടിച്ചിരുന്നു. എന്റെ കായൊന്നുമില്ല. കർപ്പട്ടം കൊടുക്കുന്നൊക്കെ അറിയാം. നാളെ മുട്ടായി മേടിച്ചെന്നില്ലേ, അതേമാതിരിക്ക് ചായ മേടിച്ചിരുന്നൊക്കെ അറിയാം. ഞാന് വേഗം പോട്ടട്ടാ. തീരെ നേരമില്ല ട്ടാ. എന്നാ ഞാൻ പോട്ടട്ടാ. പിന്നെ കാണാട്ടാ. കുഞ്ഞാപ്പൂ ചായ കുടിക്കാൻ വരാത്തത് നന്നായി. എന്റെ അടുത്ത് ആകെ 10 റുപ്യ ഉണ്ടായിരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ കറുപ്പാട്ടനക്ക് വിഷമാവോ ഞാൻ ചായ കുടിക്കാൻ ചെല്ലാത്തേന്? കറുപ്പാട്ടൻ്റെ ഇപ്പൊ ചായയും കുടിക്കായിരുന്നു. അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ കുഞ്ഞിലോട്ട് ഒരിക്കലും പോകാനൊക്കെ മാപ്പ് പറയാനും പറ്റൂല. ഞാൻ ഇനി പിന്നെ അടിച്ച് കുടിച്ചോണ്ട്. കുഞ്ഞാപ്പൂ, ഇത് നമ്മുടെ നായയാണ്. അത് കടിക്കൊന്നുമില്ല. ഈ ഇങ്ങോട്ട് പോരെ കേട്ടാ. കുഞ്ഞാട്ടാ, നായിന് പേടിച്ചിട്ടല്ല. അതേറ്റം തൊട്ടിണ്ടെങ്കില് ഞാൻ എത്ര തവണ കുളിക്കണം എന്നറിയോ? അല്ലാ, എന്തൊരു തണുപ്പാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ കുളിക്കണില്ല. നീ അതിന് തൊട്ടിനൊക്കെ തോന്നെ ഞാൻ കുളിക്കേണ്ടി വരൂ. അല്ലാതെ ഞാൻ അതിന് പേടിച്ചിട്ടൊന്നല്ലേട്ടാ. അതൊക്കെ ശരി കുഞ്ഞാപ്പോ. എനിക്കിപ്പോ കുളിക്കണ മടിയാണല്ലേ? അതാ കുഞ്ഞാപ്പോ, രാവിലെയും വൈകുന്നേരമൊക്കെ 2 നേരം കുളിക്കണ ഒരു ദിവസം. എന്നാല് ശരീരമൊക്കെ ഒന്ന് നന്നാവുള്ളൂ. എന്തൊക്കെ രോഗങ്ങളെ വരാന്നറിയോ കുളിച്ചിട്ടില്ലെങ്കിൽ കേട്ടാ. ഈ നല്ല പോലെ നടക്കണം. ശരീരം നന്നാവണെങ്കിലേ കുളിക്കൊന്നും വേണ്ട. നല്ല പള്ള നട്ടി ചോറും ചായയും ഒക്കെ തിന്നാൽ തന്നെ ശരീരം നന്നാവും. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി കുളിക്കൊന്നും വേണ്ട. പുതിയൊരു കണ്ടുപിടുത്തം കുളിക്കണമെന്ന്. അല്ലെങ്കിൽ തന്നെ തണുത്തിട്ട് മനുഷ്യൻ കുളിക്കലില്ല. കുഞ്ഞാപ്പോ, എനിക്കൊരു അസുഖങ്ങളൊന്നും വരണ്ടാച്ചിട്ട് പറഞ്ഞേക്കാണ്. നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ ഇഷ്ടം. ഇനി എങ്ങനെ വെച്ചാ വിശ്വാസിക്കൊന്നും ഇല്ല. നല്ല കാര്യം വരും എന്നൊക്കെ ഉള്ളത് കുളിച്ചാല്. പിന്നെ വർത്താനം പറയാനൊന്നും നേരമില്ല. കുഞ്ഞുഞ്ഞേട്ടനോടെ പോയിട്ട് മാപ്പ് പറയാനുണ്ട് കേട്ടാ. ഞാൻ പോവാണ്. മാപ്പ് പറയല? ചെക്കൻ എന്താ പറ്റിയെന്ന്? അന്തേച്ചേ, നിങ്ങളെ കണ്ടത് നന്നായി. ആദ്യം നിങ്ങളോട് പറയാലോ, എന്നിട്ട് കുഞ്ഞുഞ്ഞേട്ടനോട് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ഞാൻ ഇപ്പൊ പറയാനുള്ളത്? അതെ, ഞാൻ അന്ന് വെറുതെ പറഞ്ഞാണ് കുഞ്ഞുഞ്ഞേട്ടനെ അടിച്ചെന്നുള്ളത്. അപ്പൊ ഉമ്മ പറഞ്ഞ് അങ്ങനൊന്നും പറയാൻ പാടില്ല, നിങ്ങളോട് മാപ്പ് പറയാൻ പറഞ്ഞേക്കണേ. മാപ്പിട്ടാ നീ കുഞ്ഞിൻ്റെടുത്ത് മാപ്പ് കൊടുക്കണോ? അതൊന്നും സാരില്ലടാ കുഞ്ഞാപ്പോ, നമ്മളെ മക്കളെ പോലെയല്ലേ. നിങ്ങൾ എടുക്കാന്നു രാവിലെ തന്നെ? ഞാൻ ആസ്പത്രിയിലൊന്ന് പോണം കുഞ്ഞാപ്പോ. ഉണ്ണിയാട്ടൻ പറഞ്ഞ് കുളിക്കാത്തവർക്ക് അസുഖം വരുമെന്ന്. അപ്പൊ നിങ്ങൾ ഇന്റെ മാതിരി കുടിക്കലൊന്നും ഇല്ലല്ലേ? പക്ഷെ ഇക്ക് അസുഖമൊന്നും വരില്ല ചേട്ടാ. ഞാന് ആഴ്ചയിൽ ഒരു കുളിയൊക്കെ കുടിക്കും. നിങ്ങൾ ആഴ്ചയിലും കുളിക്കലുണ്ടാവൂല, അതാവൂലേ ആസ്പത്രി പോണത്? കുഞ്ഞാപ്പോ, കുളിക്കുന്നതൊക്കെ നല്ലതാണ്. കുളിക്കാഞ്ഞിട്ടുള്ള അസുഖമല്ല വരുന്നത്. അതൊക്കെ ഓരോരുത്തരെ ഒരു വിധി. കോഴിക്കോളി കുഞ്ഞിങ്ങട്ട് അവിടുന്ന് വരുന്നുണ്ട്. ചെക്കൻ വരണുണ്ടല്ലോ. എന്ത് പ്രശ്നം ഉണ്ടാക്കോ? കുഞ്ഞിനേട്ടാ, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അയ്യോ, എന്താ ഇത് ചെയ്യാൻ വേണ്ടി? ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നു.
ഞാനേ നിങ്ങളോട് മാപ്പ് പറയാണ്ടി വരികയാണ്. അത് ഉമ്മ പറഞ്ഞിട്ട് ഞാനേ നമ്മളെ സാന്തത്തിനെ കണ്ടോട് പറഞ്ഞിട്ടോ, ഓരോട് ഒരു മാപ്പ് പറഞ്ഞ് നിങ്ങളോട് ഒരു മാപ്പ് പറയാണ്ടി വന്നതാണ്. മാപ്പ് പറയാൻ വേണ്ടി വന്നതാ? ഞാൻ വിചാരിച്ചു ഇന്നെ അടിക്കാൻ വേണ്ടി വന്നതാണിത്. നിങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ അടിക്കാൻ വരിക? ഞാൻ അടിക്കാൻ വന്ന നിങ്ങൾ ഈ വലിയ ഓടിയിട്ട് ഇന്നെ അടിക്കൂലേ? ഞാൻ മാപ്പ് പറയാണ്ടി വന്നതാന്നു. എന്നാ മാപ്പ് മാപ്പ്. ഇത് എന്റെ കുഞ്ഞാപ്പു അല്ലേ, ഒരു കുഴപ്പമില്ല കേട്ടാ. ഞാൻ പോട്ടെട്ടാ. മാപ്പ് മാപ്പ് മാപ്പ്. എന്നാ ശരിട്ടാ, നാടില്ല. ഒരു പാവം ചെക്കനുണ്ട്, മനസ്സിലൊന്നുമില്ല. എന്താ അത് പുല്ലിക്കൂടൊക്കെ വണ്ടിയിൽ വരുന്നേ? ഒന്നും പറയണ്ട. ഞാന് താത്താക്ക് വെച്ചാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നേ. അപ്പൊ താത്താന്റെ അടുത്തൊക്കെ പോവുകയാണ് ഞാന്. പുല്ലി ഒന്നല്ലടാ, ഞാൻ അവിടെ തേങ്ങ വീണ മാതിരി ഒരു ഒച്ച ഇട്ട്. അപ്പൊ തേങ്ങ ഉണ്ടായിട്ട് പോയതാണ്. അപ്പൊ തേങ്ങ അല്ല, അത് മടലാണ്. ശരി. ഞാൻ പോട്ടടെന്താ? അല്ല പിന്നെ എവിടെ കുഞ്ഞാപ്പൂ? കുഞ്ഞാപ്പ് മാപ്പ് പറയാൻ പോയിട്ടുണ്ട്. ചെക്കനെ ഞാൻ ഒന്ന് കൊടുത്തിക്കണം മാപ്പ് പറയാൻ വേണ്ടിട്ടേ. ഞാൻ പോകല. എന്നോട് പറയാം താത്താക്ക് വെച്ചാന്ന് പറഞ്ഞ ഓര് വിളിക്കും. ഞാൻ ഇവിടെ വെച്ചാക്കിരുന്നാലും ആരും വരൂല. ഞാൻ എന്നാള് ഇതാ പറയും താത്താക്ക് വെച്ചാന്ന് പറഞ്ഞു ചെന്നാക്കും എന്നോട് പറയാം വലിയ വേദന. എന്റെ മനുഷ്യന്മാർക്ക് ആർക്കും വലിയ വേദന ഉണ്ടാവില്ലേ? എനിക്ക് നാളോടെ വലിയ വേദന. ഞാൻ എത്ര കിടന്ന് ഒന്ന് കടന്നു നോക്കിക്കണ, ഒന്ന് വിളിച്ചിക്കണ അവര്. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറയാണ്. എന്നാലും ഓല് വിളിച്ചു നമ്മള് എന്താ പല്ലുവേദന എത്ര എന്ത് അസുഖമൊന്നും അറിയില്ല. അവിടെ ചെന്നാൽ ചിലപ്പോ അതെന്തിനാവും. ഇല്ലെങ്കിൽ എന്നോട് പറയാൻ. തൊട്ടടുത്താണ് ആ മോള് കിടക്കും സഫിയ. സഫിയാനെ തൊട്ടടുത്താണ് അവിടെ പെര ഇട്ടിരിക്കുന്നത്. മരിയോള് റുക്കിയില്ല അവിടെ. ആരും നോക്കൂല. എന്താ കാരണം? താത്തായിട്ട് പറയല്ല, ചുണ്ടും ചുരിയൊക്കെ ഒതുക്കിയാക്കണം മക്കളോട്. ഏത് നേരം ചുണ്ടും ചുരിയായിട്ട് വർത്താനം പറഞ്ഞു. ഒരു മക്കൾക്കും ഇഷ്ടപ്പെടൂല, ഒരു മരുമകൾക്കും ഇഷ്ടപ്പെടൂല. മക്കള് പിന്നെ എന്തായാലും ഉമ്മയല്ലേ വെച്ചിട്ട് പിന്നെ വരും. അതേ പറയല്ലേ മരുമക്കള്. മക്കളോട് നല്ലപോലെ നിക്കണോ? അതൊക്കെ ശരിയാണ്. അതാണ്. ഇന്നത്തെ പോയിക്കോളി, നേരം കളണ്ട, ഞാൻ പോവാ. അല്ല ഇല്ല മറന്നിട്ടില്ല. ഞാൻ നാളത്തെ കഴിയട്ടെ. ആയിക്കോട്ടെ.